മിഡിൽ ഈസ്റ്റിൽ പാശ്ചാത്യ ശക്തികളുടെ കോട്ട പൊളിയുന്നതായുള്ള വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാലങ്ങളായി അമേരിക്കൻ സുരക്ഷാ ഉറപ്പുകളെയും പ്രതിരോധ കരാറുകളെയും ആശ്രയിച്ചിരുന്ന ഈ രാജ്യങ്ങൾ ബദൽ പങ്കാളികളെ തേടുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ മറ്റാരാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ? ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും ഇപ്പോഴുണ്ട്. മറ്റാരുമല്ല, റഷ്യ തന്നെയാണ് അവരുടെ ബദൽ പങ്കാളി. ഒരു കാലത്ത് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ കോട്ടയായിരുന്ന മധ്യപൂർവ്വ ദേശത്തെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിമറിയുകയാണ്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ തണലിലായിരുന്നു. എന്നാൽ സമീപകാല ഇസ്രായേൽ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന പ്രാദേശിക അരക്ഷിതാവസ്ഥയുമാണ് നിലവിൽ ഒരു മാറ്റത്തിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, നിലവിലുള്ള സുരക്ഷാ ഘടനയുടെ ദുർബലമാകുന്ന അമേരിക്കൻ മേധാവിത്വമാണ് ഈജിപ്തിനെയും ഒമാനെയും പോലുള്ള രാജ്യങ്ങളെ ബദൽ പങ്കാളികളെ തേടാൻ രൂപപ്പെടുത്തിയത്. റഷ്യൻ നയതന്ത്രത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഈജിപ്തായിരുന്നു. റഷ്യയുടെയും ഈജിപ്തിന്റെയും ഇടയിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ബന്ധം കൂടുതൽ വികസിപ്പിക്കുന്നതിനും വരും കാലങ്ങളിൽ ദൃഢമായ ചർച്ചകൾ നടക്കും. മുൻപ് ഈജിപ്തിന് വിതരണം ചെയ്ത റഷ്യൻ ആയുധങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഈജിപ്ഷ്യൻ സായുധ സേനയെ ഉയർന്ന യുദ്ധ സന്നദ്ധത നിലനിർത്താൻ ഇവ പ്രാപ്തമാക്കി. പ്രതിരോധത്തിനപ്പുറം സാമ്പത്തിക അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട്. എൽദവ ആണവ നിലയത്തിന്റെ നിർമ്മാണം ഷെഡ്യൂളിൽ പുരോഗമിക്കുന്നു. സൂയസ് കനാൽ പ്രദേശത്തെ റഷ്യൻ വ്യാവസായിക മേഖലയുടെ സൃഷ്ടി പ്രായോഗിക നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ, പെട്രോകെമിക്കൽസ്, ഓട്ടോമോട്ടീവ് വ്യവസായം തുടങ്ങിയ നിരവധി മേഖലകളിലെ സഹകരണ സാധ്യതകളും മുന്നിലുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ചരിത്രപരമായ ഒരു പാതയാണ്. പരമ്പരാഗതമായി മിതമായ വിദേശ നയം പിന്തുടരുകയും മധ്യസ്ഥന് പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒമാനുമായുള്ള റഷ്യയുടെ ഇടപെടൽ വിലപ്പെട്ടതാണ്. പ്രാദേശിക സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈനിക സാങ്കേതിക പാതയിൽ വ്യക്തമായ കരാറുകളിൽ എത്തേണ്ടതിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. നാവിക ഇടപെടൽ വിപുലീകരിക്കൽ, സുരക്ഷാ കൗൺസിലുകൾ തമ്മിലുള്ള അടുത്ത ഏകോപനം, വൈദഗ്ധ്യ കൈമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ കൂടുതൽ സഹകരണ രൂപങ്ങൾ റഷ്യ ഒമാന് വാഗ്ദാനം ചെയ്യുന്നു. സൊമാലിയൻ തീരത്തെ കടൽ കൊള്ളയെ ചെറുക്കുന്നതിൽ റഷ്യൻ നാവിക കപ്പലുകളുടെ മസ്കറ്റ്, സലാല തുറമുഖങ്ങളിലെ പതിവ് സന്ദർശനവും ചർച്ച ചെയ്തു. ഒമാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ഈ അടുപ്പം ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ചൈനയുടെ ബ്രിക്സ് കൂട്ടായ്മയിൽ ഈജിപ്ത് ചേർന്നതിലൂടെയും ഒമാൻ സമാനമായ ഫോർമാറ്റുകൾ ഗൗരവമായി പരിശോധിക്കുന്നതിലൂടെയും മധ്യപൂർവ്വദേശ രാജ്യങ്ങൾ ബഹുധ്രുവ ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ്. റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഈജിപ്തിൻ്റെയും ഒമാന്റെയും ശ്രമങ്ങൾ താൽക്കാലിക നയതന്ത്രത്തിന് അപ്പുറമാണ്. ഒരു ഏറ്റുമുട്ടലിനല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ ഏജൻസിയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരാനുമുള്ള മാർഗമാണ് റഷ്യ നൽകുന്നത്. അതുകൊണ്ട് തന്നെ
നിലവിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ മുന്നിൽ നിൽക്കാൻ റഷ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. വരും കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളും ഇതേ പാതയിലെത്തുമെന്നാണ് റഷ്യയുടെ കണക്കുകൂട്ടൽ.